പാർക്കുകളിലോ ബീച്ചുകളിലോ വായുവിലൂടെ സുഗമമായി ഒഴുകി നടക്കുന്ന ഒരു ഫ്രിസ്ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. വളരെ ലളിതമായ ഒരു കളിപ്പാട്ടമെന്ന് തോന്നാമെങ്കിലും അത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടന്ന് ഇത്ര കൃത്യമായി പറക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ഒരു ഫ്രിസ്ബിയുടെ പറക്കലിന് പിന്നിലെ ശാസ്ത്രം നോക്കാം. ഒരു ഫ്രിസ്ബി വായുവിൽ നിൽക്കാൻ പ്രധാനമായും 2 ഭൗതികശാസ്ത്ര തത്വങ്ങളാണ് സഹായിക്കുന്നത്: എയ്റോഡൈനാമിക് ലിഫ്റ്റ്, ഗൈറോസ്കോപ്പിക് സ്റ്റെബിലിറ്റി. ആദ്യം അതിൻ്റെ ആകൃതി ശ്രദ്ധിക്കുക. ഫ്രിസ്ബിയുടെ മുകൾ ഭാഗം അല്പം വളഞ്ഞതും താഴ്ഭാഗം പരന്നതുമാണ്. വിമാനങ്ങളുടെ ചിറകുകൾക്കും ഇതേ ആകൃതിയാണ്. ഇത് വായുവിലൂടെ നീങ്ങുമ്പോൾ വളഞ്ഞ മുകൾ ഭാഗത്തുകൂടി വായു വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയും അവിടെ മർദ്ദം കുറയുകയും ചെയ്യുന്നു. അതേസമയം താഴെ വായുമർദ്ദം കൂടുതലായിരിക്കും. താഴത്തെ ഈ ഉയർന്ന മർദ്ദമാണ് ഫ്രിസ്ബിയെ വായുവിൽ ഉയർത്തി നിർത്തുന്നത്. ഇതിനെയാണ് ലിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഫ്രിസ്ബി വെറുതെ മുന്നോട്ടെറിഞ്ഞാൽ അത് പറക്കില്ല, മറിച്ച് താഴെ വീഴും. അത് വായുവിൽ സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ കറക്കം അഥവാ സ്പിൻ ആവശ്യമാണ്. പമ്പരം കറങ്ങുന്നത് പോലെ നിങ്ങളുടെ കൈക്കുഴിയുടെ സഹായത്തോടെ ഫ്രിസ്ബിയെ കറക്കി എറിയുമ്പോൾ അത് വായുവിൽ ഗൈറോസ്കോപ്പിക് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നു. ഈ കറക്കം അതിനെ കാറ്റിൽ തെന്നിമറിയാതെ കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു ഫ്രിസ്ബി എറിയുമ്പോൾ ഓർക്കുക, നിങ്ങൾ വെറുമൊരു കളിയല്ല കളിക്കുന്നത്. കാറ്റിൻ്റെ ഗതിയും എറിയുന്ന കോണും കൈക്കുഴിയുടെ കറക്കവും കൃത്യമായി സംയോജിപ്പിക്കുന്ന മനോഹരമായ ഒരു ഫിസിക്സ് പരീക്ഷണമാണ് നിങ്ങൾ ചെയ്യുന്നത്.